ഒരു നിശ്ചിത സമയത്ത് ചെയ്തു തീർക്കുന്ന പ്രവൃത്തിയെയാണ് പവർ എന്ന് പറയുന്നത്. പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. പവർ പി സമം വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം. വർക്ക് ഡൺ ജൂളിലും ടൈം സെക്കൻഡിലും ആണെങ്കിൽ പവറിൻ്റെ യൂണിറ്റ് ജൂൾസ് പെർ സെക്കൻഡ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം 1 joules per second. The unit of power is joules per second known as watt. ഈ ജൂൾസ് പെർ സെക്കൻഡ് എന്നുള്ളതിന് ഒറ്റ യൂണിറ്റ് ഉണ്ട്, സിംഗിൾ യൂണിറ്റ് ആണ് വാട്ട്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജൂൾ പ്രവൃത്തി ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന അവിടെ ഒരു വാട്ട് വർക്ക് ചെയ്തു എന്ന് പറയാം. 1 watt ഈസ് ഈക്വൽ ടു 1 joules per second raised to 1. ഇങ്ങനെ ബൈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഇൻറ്റു സെക്കൻഡ് റേസ് ടു -1 എന്ന് എഴുതാം. എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞത്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് എഫ് ഇൻറ്റു എസ്. അബ്സല്യൂട്ട് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ. ന്യൂട്ടൺ മീറ്റർ ഈസ് ഈക്വൽ ടു ജൂൾ. ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ. 1 joule is equal to 1 newton into 1 meter is equal to 1 newton meter. ഒരു ജൂള് ഒരു ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ 1 മീറ്റർ മൂവ് ചെയ്യിച്ചാൽ അവിടെ ഒരു ജൂൾ വർക്ക് ചെയ്തെന്ന് പറയാം. അപ്പോൾ ഒരു ജൂൾ വർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്താൽ ഒരു വാട്ട്സ് പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഒരു ജൂൾ വർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്താൽ വർക്ക് ഡൺ ബൈ ടൈം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഒരു ജൂൾ വർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്താൽ അവിടെ പവർ ഒരു വാട്ട് ആണ് എന്നും പറയാം. ഇനി പവർ ലോ ട്രയാങ്കിൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചു. അത് എല്ലാ ഫോർമുലകളും കൂടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ് പവർ ലോ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. പവർ ഈസ് ഈക്വൽ ടു സർക്യൂട്ട്. ഇലക്ട്രിക്കൽ ടേംസിൽ നമ്മൾ പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. നമ്മൾ മുമ്പേ അവിടെ പറഞ്ഞു പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഇവിടെ കറണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ പവർ കാണുന്നത് സർക്യൂട്ട് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ 3 ഫോർമുലകൾ ഡിറൈവ് ചെയ്തെടുക്കാം. ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി. ഇനി വി ഈസ് ഈക്വൽ ടു പി ബൈ ഐ. ഇതിന് ഈ ഒരു ഫോർമുലയെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ അകത്ത് 3 ടേമുകളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് അറിയില്ലെങ്കിൽ, ഐ അറിയില്ലെങ്കിൽ പി ബൈ വി അറിയില്ലെങ്കിൽ പി ബൈ ഐ. വി ഈസ് ഈക്വൽ ടു പി ബൈ ഐ. അതിനെ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കാം. പവർ ഈസ് ഈക്വൽ ടു ഈ ട്രയാങ്കിൾ നോക്കിയാൽ പി കാണണമെങ്കിൽ ഐ ഇൻറ്റു വി കാണണമെങ്കിൽ വിയുടെ മുകളിൽ നമ്മളിങ്ങനെ വിരൽ വെച്ചാൽ പി ബൈ ഐ കാണണമെങ്കിൽ പി ബൈ വി. ഐയുടെ മുകളിൽ ഐയെ നമ്മൾ മറച്ചു വെച്ചാൽ കാണേണ്ട വാല്യൂ ഐ ആണെങ്കിൽ ഐയെ നമ്മളിങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി ബൈ വി. ഐ സമം പി ബൈ വി. അപ്പോൾ സിമ്പിളായിട്ട് ഈ 3 ഫോർമുലകളും ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ പവർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പി മുകളിൽ ഐയും വിയും താഴെ. പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി. നേരെ ഐ ഇൻറ്റു വി. ഐ സമം പി ബൈ വി. വി സമം പി ബൈ ഐ. അപ്പോൾ ഈ 3 പവർ ബൈ പി എന്ന് പറഞ്ഞാൽ പവർ ഇൻ വാട്ട്സ്. ഐ സമം കറണ്ട് ഇൻ ആംപിയർ. വി സമം വോൾട്ടേജ് ഇൻ വോൾട്ട്സ്. Horsepower. HP is the common unit of measurement of mechanical power. മെക്കാനിക്കൽ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സൂചിപ്പിക്കാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. HP അത് പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. ഒരു സ്റ്റാൻഡേർഡ് ഹോഴ്സ്, ഒരു കുതിര ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഒരു 5 കുതിരശക്തിയുടെ എഞ്ചിനാണ് അല്ലെങ്കിൽ 10 കുതിരശക്തിയുണ്ട് എന്നൊക്കെ പറയാലേ, അത് തന്നെയാണ് ഈ HP എന്ന് പറയുന്നത്, ഹോഴ്സ് പവർ.
ആ എച്ച് പിയുടെ വാല്യൂ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ 746 വാട്ട്സും മെട്രിക് സിസ്റ്റത്തിൽ 735 വാട്ട്സുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കോളം ആയിട്ട് വരച്ച് അവിടെ ബുക്കിൽ എഴുതിയിട്ട് പെട്ടെന്ന് കാണുമ്പം അല്ലെങ്കിൽ പെട്ടെന്ന് റെഫർ ചെയ്യാൻ എളുപ്പമാണ്. അത് മെക്കാനിക്കൽ പവറിലേക്ക് കൺവേർട്ട് ചെയ്താൽ 33,000 ഫൂട്ട് പൗണ്ട് പെർ മിനിറ്റും അല്ലെങ്കിൽ 550 ഫൂട്ട് പൗണ്ട്സ് പെർ സെക്കൻഡുമാണ് ഈ 746 വാട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എച്ച് പി എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ. ഇനി മെട്രിക് സിസ്റ്റത്തിലെ എച്ച് പി 735 വാട്ട്സാണ്. ചിലയിടത്ത് 735.5 എന്നും കാണാറുണ്ട്. ഒരു ആവറേജ് 735 വാട്ട്സ് എന്ന് എടുത്തിരിക്കുന്നു. അതായത് പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണല്ലോ. അപ്പോൾ 4500 kg/m ആണ്, അല്ലെങ്കിൽ 75 kg/s. ഇത് FM അല്ല, ഇത് മീറ്ററാണ്. kg/s. 75 kg/s. 75 kg/s 9.8 കൊണ്ട് ഗുണിച്ചാൽ 735 കിട്ടും. 75 kg, അതായത് kg/s ന്യൂട്ടൺ മീറ്റർ/s ആക്കാൻ 9.8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 75 kg/s എന്ന് പറഞ്ഞാൽ 735 വാട്ട്സ് ആണ്. 4500 kg/min. RPM ഒക്കെ വരുമ്പം നമ്മൾ മിനിറ്റിലാണ് തരുന്നത്. അത് അപ്പോഴാണ് നമ്മൾ ഈ കൺവേർഷൻ ആവശ്യമായി. വർക്ക് പവർ എനർജിയിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ? PLANK/4500 എന്നൊക്കെയുള്ള പവർ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചതാണ്. അത് മിനിറ്റിലാണ്. അതായത് 75 ഇൻറ്റു 60 കൊണ്ട് ഗുണിക്കുക. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണല്ലോ. 75 ഇൻറ്റു 60 ആണ് 4500. 75നെ 60 കൊണ്ട് ഗുണിക്കുന്നതാണ് ഈ 4500. അപ്പോൾ ഈ കണക്ഷൻ ഓർത്തിരുന്നാൽ മതി. 735 വാട്ട്സ് എന്ന് പറഞ്ഞാൽ kg/s മിനിറ്റിൽ 4500ഉം kg/s 75 kg/s റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ IHP എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ദ പവർ ആക്ച്വലി ജനറേറ്റഡ് ബൈ ദി ജനറേറ്റർ ഓർ എൻജിൻ. അതിനുള്ളിൽ എൻജിനിലോ ജനറേറ്ററിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ പവറിനെയാണ് IHP എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് BHP, ബ്രേക്ക് ഹോഴ്സ് പവർ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പവർ അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക്. BHP ഈസ് ഓൾവേസ് ലെസ് ദാൻ IHP ഡ്യൂ ടു ലോസസ്. യഥാർത്ഥത്തിൽ എൻജിനിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന, നമ്മുടെ യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് കിട്ടുന്ന പവറിനെയാണ് BHP അല്ലെങ്കിൽ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ IHPയും പുറത്തേക്ക് കിട്ടുന്നത് BHPയും. യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവനും നമുക്ക് പുറത്തേക്ക് കിട്ടില്ല. കാരണം കുറച്ച് പവർ ഘർഷണത്തിനെയൊക്കെ മറികടക്കാൻ വേണ്ടി ഹീറ്റ് എനർജി ആയിട്ടൊക്കെ നഷ്ടപ്പെടും. അപ്പം ഈ ഫ്രിക്ഷണൽ ലോസ് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന എനർജി പവറാണ് ബ്രേക്ക് ഹോഴ്സ് പവർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, മനസ്സിലുറപ്പിക്കുക. ഒരു എൻജിനിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ എൻജിനിലെ ഫ്യൂവൽ ജ്വലിച്ച് ഉണ്ടാകുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. അതിൻ്റെ ഘർഷണമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിക്ഷണൽ ലോസ്, ഘർഷണത്തിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് കഴിഞ്ഞിട്ട് നെറ്റ് നമുക്ക് പുറത്തേക്ക് ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന പവറിനെയാണ് ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, മലയാളത്തിൽ എന്താ പറയുക? കാര്യക്ഷമത അല്ലേ? കാര്യക്ഷമത, എഫിഷ്യൻസി. ദ റേഷ്യോ ബിറ്റ്, കാര്യക്ഷമത എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതിന് ആനുപാതികമായിട്ട് പുറത്തേക്ക് കിട്ടുന്ന, അതിൻ്റെ കൊടുക്കുന്ന അത്രയും തന്നെ പുറത്തേക്ക് കിട്ടുവാണെങ്കിൽ അത് കാര്യക്ഷമത 100% എന്ന് പറയും. അതായത് കൊടുക്കുന്നതിൽ നിന്ന് ഒരു കുറച്ച് നഷ്ടം, ലോസ് കഴിഞ്ഞിട്ട് ബാക്കിയേ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നുള്ളൂ. ആ ലോസ് കഴിഞ്ഞ് പുറത്തേക്ക് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദ റേഷ്യോ ബിറ്റ്വീൻ പവർ ഔട്ട്പുട്ട് ആൻഡ് പവർ ഇൻപുട്ട് ഈസ് കോൾഡ് എഫിഷ്യൻസി ഓഫ് എ മെഷീൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ് ഇൻ പെർസെൻറ്റേജ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിന് നിന്ന് ലോസുകൾ കുറയ്ക്കുന്നതാണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ ഔട്ട്പുട്ട് ബൈ പവർ ഇൻപുട്ട്. ഔട്ട്പുട്ട് കുറവായിരിക്കും, ഇൻപുട്ട് കൂടുതലായിരിക്കും. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100, അത് ശതമാനത്തിലാക്കാൻ ഇൻറ്റു 100. അപ്പോൾ ഒരു ചെറിയ സംഖ്യ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒന്നിനേക്കാൾ ചെറിയൊരു സംഖ്യ കിട്ടുക. അപ്പോൾ
75 HP പുറത്തേക്ക് കിട്ടുന്നു. അവിടെ 100 HP ഒരു ഡൈനാമോയിൽ കൊടുക്കുന്നു. അതിൽ നിന്ന് 75 HP ആണ് പുറത്തേക്ക് കിട്ടുന്നത്. അപ്പം 75/100 0.75 ആണ് എഫിഷ്യൻസി. അത് ശതമാനത്തിലാക്കാൻ ഇൻറ്റു 100, 0.75നെ 100 കൊണ്ട് ഗുണിച്ചാൽ 75. അപ്പോൾ 75% ആ എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ ഡൈനാമോയുടെ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, പവർ ഔട്ട്പുട്ട് ബൈ പവർ ഇൻപുട്ട് ഇൻറ്റു 100%. ഇനി എനർജി ഓഫ് ദ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഡു വർക്ക്, പവർ, എനർജി. നമ്മൾ പവറാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി എനർജി. ദി എനർജി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി സമം പവർ ഇൻറ്റു ടൈം. കപ്പാസിറ്റി ടു ഡു വർക്ക്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മറ്റേത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, പവർ, വർക്ക് ഡൺ ബൈ ടൈം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് പവർ. ഇത് എനർജി എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ബൈ യൂണിറ്റ് ഓഫ് എനർജി ഈസ് ജൂൾ ഓർ വാട്ട് പെർ സെക്കൻഡ് ഓർ കിലോ വാട്ട് അവർ. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത്, എനർജിയുടെ യൂണിറ്റ് എപ്പോഴും വർക്കിൻ്റെ യൂണിറ്റിനോട് സെയിം ആയിരിക്കും. പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടൈമാണ്. വർക്ക് ഡൺ ബൈ ടൈം ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ആ ടൈമിൻ്റെ യൂണിറ്റ് അങ്ങ് പോകും. പിന്നെ നമ്മൾ ഈ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വർക്കിൻ്റെ യൂണിറ്റ് ആയിരിക്കും, ജൂൾ ഓർ വാട്ട് സെക്കൻഡ് ഓർ കിലോ വാട്ട് അവർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എനർജിയുടെ യൂണിറ്റ് ജൂളിൽ കിട്ടുന്നത്. ജൂൾ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? വർക്കിൻ്റെ യൂണിറ്റാണ്. ആ വർക്കിൻ്റെ യൂണിറ്റ് തന്നെയാണ് എനർജിയുടെ യൂണിറ്റ്, മെക്കാനിക്കൽ എനർജിയുടെ യൂണിറ്റ്. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ടേമിൽ വാട്ട് സെക്കൻഡ് ഓർ കിലോ വാട്ട് അവർ, എനർജിയെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിറ്റാണ് കിലോ വാട്ട് അവർ. ഇൻ കൊമേഴ്ഷ്യൽ BOT, ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ്. നമ്മൾ വ്യാവസായികമായിട്ടും നമ്മൾ കറണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കറണ്ട് അളക്കുന്നതിനുള്ള യൂണിറ്റിന് പറയുന്ന പേരാണ് BOT, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ്. നമ്മൾ പലപ്പോഴും യൂണിറ്റ് എന്നേ പറയാറുള്ളൂ. 100 യൂണിറ്റ് കറണ്ട് എടുത്തു, 5 യൂണിറ്റ് കറണ്ട് എടുത്തു എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോമാണ് BOT, ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ്. മുഴുവൻ പേര് ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് എന്നാണ്. അതായത് 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്. 1 കിലോ വാട്ട് വൈദ്യുതി 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ 1 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് പറയാം. 1 കിലോ വാട്ട് അവറാണ് 1 യൂണിറ്റ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 വാട്ട്. 1000 വാട്ട് ഇലക്ട്രിക്കൽ പവർ ഈസ് യൂസ്ഡ് ഫോർ 1 അവർ. ദെൻ ദി ഡെലിവേർഡ് എനർജി ഈസ് 1 കിലോ വാട്ട് അവർ ഓർ 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവറാണ്. 1 കിലോ വാട്ട് അല്ലെങ്കിൽ 1000 വാട്ട് വൈദ്യുതി 1 മണിക്കൂർ ഉപയോഗിച്ചാൽ അവിടെ 1 യൂണിറ്റ് വൈദ്യുതിയായി. 1 ബോർഡ് ഓഫ് ട്രേഡ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 കിലോ വാട്ട് അവർ. എനർജി മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഇലക്ട്രിക്കൽ പവർ. നമ്മൾ വീട്ടിലൊക്കെ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ആ മീറ്ററില്ലേ, അതിനും നമ്മൾ മീറ്റർ എന്നേ പറയുള്ളൂ. ശരിക്കും എനർജി മീറ്ററാണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ അളക്കുന്ന യൂണിറ്റില്ലേ, നീളം അളക്കുന്ന യൂണിറ്റില്ലേ മീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണ് മീറ്റർ എന്ന്. അതിൻ്റെ പേര് വീട്ടിലെ ഒക്കെ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിലൊക്കെ ഉള്ള കറണ്ടിൻ്റെ അളവ് റീഡിങ് എടുക്കാൻ വരുന്ന ആളെ എഴുതിക്കൊണ്ട് പോകുന്ന ആ ഉപകരണത്തിൻ്റെ പേരാണ് എനർജി മീറ്റർ. അവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവറാണ്. 1000 വാട്ട് 1 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് കറണ്ടായി. അപ്പോൾ 1000 വാട്ട് 1 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് ആയെന്ന് പറയുമ്പം 100 വാട്ടിൻ്റെ ബൾബ് 10 മണിക്കൂർ ഉപയോഗിച്ചാലും 1 യൂണിറ്റായി. 100 വാട്ട് ബൾബ് 10 മണിക്കൂർ, 100 × 10 1000 വാട്ട്. അതായത് 100 വാട്ട് ബൾബ് 10 മണിക്കൂർ ഉപയോഗിച്ചാലും 1 യൂണിറ്റ് വൈദ്യുതിയായി. അപ്പം നമുക്ക് വീട്ടിൽ 50 വാട്ടിൻ്റെ 5 ബൾബ് ഉണ്ടെങ്കിൽ 5 മണിക്കൂർ ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് വൈദ്യുതി ആയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 50 വാട്ടിൻ്റെ 5 ബൾബ് 50 × 5 5 25 250 നമ്മൾ 4 മണിക്കൂർ ദിവസം ഉപയോഗിക്കുന്നെങ്കിൽ 250 × 4 1000, അതായത് 1000 വാട്ട്സ് 1 യൂണിറ്റ് കറണ്ടായി. 50 വാട്ടിൻ്റെ 5 ബൾബ് 4 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് വൈദ്യുതിയായി. പറഞ്ഞാൽ മനസ്സിലായോ?
എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 50 വാട്ട് ബൾബ് 50 ഇൻറ്റു 5 എണ്ണം, 50 ഇൻറ്റു 5 250. എത്ര മണിക്കൂർ? 4 മണിക്കൂർ. 250 ഇൻറ്റു 4 1000. അപ്പോൾ 1000 വാട്ട്സായി. അപ്പോൾ അവിടെ ഒരു യൂണിറ്റ് കറണ്ടായി. 50 വാട്ട് 5 50 വാട്ട് ബൾബുകൾ 4 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് വൈദ്യുതിയായി. അങ്ങനെ നമുക്ക് വീട്ടിലെ ഏത് ഉപകരണത്തിൻ്റെയും വാട്ടേജ് അറിയാമെങ്കിൽ നമുക്ക് അവിടെ എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോർമുലകളും കൂടെ ഒരു ഡയഗ്രാമായിട്ട് വരച്ച് എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ കാണുന്ന നമ്മൾ പഠിച്ച ഫോർമുലകളൊക്കെ തന്നെയാണ്. പവർ ഈസിക്കൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അതിൽ നിന്ന് W ഈസിക്കൽ ടു I²R അല്ലെങ്കിൽ ഈസിക്കൽ ടു V²/R, V ഈസിക്കൽ ടു I ഇൻറ്റു R, V ഈസിക്കൽ ടു W/I, V ഈസിക്കൽ ടു √W ഇൻറ്റു R. വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. വോൾട്ടേജ്, പവർ, കറണ്ട്, റെസിസ്റ്റൻസ് ഇവ 4 ടേമുകളെ യോജിപ്പിക്കുന്ന ഫോർമുലകളാണ്. അത് ഈ 4 കോളത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ വെറുതെ ഒരു സർക്കുലർ രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് ഇത്. W = V ഇൻറ്റു I, W ഈസിക്കൽ I²R, W ഈസിക്കൽ ടു V²/R, R ഈസിക്കൽ ടു W/I², R ഈസിക്കൽ ടു V²/W, R ഈസിക്കൽ ടു V/I, I ഈസിക്കൽ ടു √W/R, I ഈസിക്കൽ ടു V/R, I ഈസിക്കൽ ടു W/V, V ഈസിക്കൽ ടു √W ഇൻറ്റു R, V ഈസിക്കൽ ടു I ഇൻറ്റു R, V ഈസിക്കൽ ടു W/I. ഈ ഫോർമുലകൾ എല്ലാം ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഇതുമായി വോൾട്ടേജ്, റെസിസ്റ്റൻസ്, പവർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടേമുകളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചാർട്ട് എഴുതി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതലും നമ്മൾ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്തതാണ്. W ഈസിക്കൽ ടു V ഇൻറ്റു I. അപ്പോൾ വിക്ക് പകരം നമ്മൾ V ഈസിക്കൽ ടു I ഇൻറ്റു R എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതൊക്കെ പഠിച്ചതാണിത്. അതുപോലെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ V ഈസിക്കൽ ടു I ഇൻറ്റു R എന്നുള്ളതും, R ഈസിക്കൽ ടു V/I എന്നുള്ളതും, I ഈസിക്കൽ ടു V/R എന്നുള്ളതും. അതിൽ നിന്ന് അതായത് ബേസിക് ആയിട്ടുള്ള ഫോർമുല R ഈസിക്കൽ ടു VB വോൾട്ടേജ് ബൈ കറണ്ട്, I ഈസിക്കൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, ഈ ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് താഴത്തെ 2 ഫോർമുലകളും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളും കൂടെ എഴുതി വെച്ചാൽ നമ്മളെ ബേസിക് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ആയി. പവർ കാണുന്ന ഇത് ടെക്സ്റ്റിൽ ഇല്ല, അത് വ്യക്തമല്ല.